പ്രിയമുള്ള പ്രേക്ഷകരെ, ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഹേമ കമ്മീഷനും ജ്യോതിഷ വീക്ഷണവും എന്ന ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. നല്ല പ്രതികരണം ലഭിച്ചു. എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ എന്നെ പേഴ്സണലായി വിളിച്ചിരുന്നു. അടുത്ത അമ്മയുടെ ഭാവി ആരായിരിക്കും പുതിയ സാരഥികൾ എന്ന വിഷയം നാം ഇവിടെ ചിന്തിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മ 1994 രൂപീകൃതമായ ഒരു സംഘടനയാണ്. AMMA. ന്യൂമറോളജി 1+4+4+1 10 ആകുന്നു. 1+0 = 1 എന്ന ന്യൂമറോളജി ഒരു ആരംഭം ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ബിഗിനിങ്ങിന് ന്യൂമറോളജിയിൽ വളരെ പ്രാധാന്യമുള്ള അക്കമാകുന്നു. ആദ്യത്തെ സാരഥി പ്രസിഡന്റ് MG സോമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 28 സെപ്റ്റംബർ 1941. 28 2+8 = 10 1. ആദ്യ പ്രസിഡൻറ്റിൻ്റെ MG സോമൻ സാറിൻ്റെ ന്യൂമറോളജിയും അമ്മയുടെ ന്യൂമറോളജിയും വളരെയധികം താരതമ്യം വന്നിരുന്നു. അതിനുശേഷം വളരെ വർഷം അമ്മ ഭരിച്ചത് ശ്രീ ഇന്നസെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ന്യൂമറോളജിക്കൽ നമ്പർ 10 ആകുന്നു, 1 ആകുന്നു. 28 ഫെബ്രുവരി 1948 ഇന്നസെൻറ്റിൻ്റെ ജനനം. അവിടെ ന്യൂമറോളജി 28 10 1. സോമന് ശേഷം പ്രസിഡൻ്റായ മധുസാറിൻ്റെ ന്യൂമറോളജി വ്യത്യസ്തമാണ്. അതിനുശേഷം വന്ന മോഹൻലാലിൻ്റെ ന്യൂമറോളജിക്കൽ നമ്പറും വ്യത്യസ്തമാണ്. ഇപ്പോൾ അവസാനം രാജിവെച്ച് പടിയിറങ്ങിയ സിദ്ദിഖിൻ്റെ ന്യൂമറോളജിക്കൽ നമ്പറും 1 ആകുന്നു. 1/10/1962 ശ്രീ സിദ്ദിഖിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ ന്യൂമറോളജി 1 ആണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അതിന് വ്യക്തമായ മറ്റൊരു കാരണവുമുണ്ട്. അദ്ദേഹത്തിന് ചോതി നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം. ചോതി നക്ഷത്രത്തിന് ഏറ്റവും പിഴച്ച് ശുക്രൻ ഓഗസ്റ്റ് 24 മുതൽ നീചസ്ഥനായി കന്നിരാശിയിൽ വന്നു. അതായത് അദ്ദേഹത്തിൻ്റെ തുലാം രാശിക്ക് 12ാം ഭാവത്തിലേക്ക് വന്നു. ആ പാതിത്യം വീഴ്ച അദ്ദേഹത്തിന് അവിടെ സംഭവിച്ചു. ഇനി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പുതിയ മുഖങ്ങൾ ആരൊക്കെയായിരിക്കും അമ്മയുടെ തലപ്പത്ത് ജ്യോതിശാസ്ത്രപ്രകാരം പ്രവേശിക്കുക എന്നതാണ്. ഈ വിഷയത്തിൽ വളരെയധികം താരതമ്യ പഠനം നടത്തുമ്പോൾ ഇവിടെ നക്ഷത്രവും ന്യൂമറോളജിയും പരസ്പര പൂരകങ്ങളായി നമുക്ക് കാണേണ്ടതുണ്ട്. ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സൂപ്പർ മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7/9/1951 ആകുന്നു. വിശാഖ നക്ഷത്രമാകുന്നു. 1 എന്ന അമ്മയുടെ നമ്പറിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആകുന്നു 2, 4 and 7. അതിനാൽ മമ്മൂട്ടിക്ക് ഒരു നല്ല ശക്തമായ സാധ്യത ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ കാണുന്നു. അവിടെയും ഒരു ചെറിയ കുഴപ്പം. മമ്മൂട്ടിയുടെ നക്ഷത്രം വിശാഖം നക്ഷത്രം തുലാം രാശിയാണ്. ഇന്ന് വ്യാഴം അഷ്ടമത്തിൽ പിഴച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിനും ശ്രീ സിദ്ദിഖിനെ പോലെ തന്നെ തുലാം രാശിക്ക് ഇന്ന് ശുക്രൻ 12 ദുർബലമായി നിൽക്കുന്നു. അതിനാൽ സെപ്റ്റംബർ 18 ശേഷമുള്ള ഒരമ്മയുടെ കമ്മിറ്റിയോ ഇലക്ഷനോ വരികയാണെങ്കിൽ അവിടെ ശ്രീ മമ്മൂട്ടിക്ക് വളരെയധികം സാധ്യതകൾ കൂടുതൽ കാണുന്നു. രണ്ടാമതായി നാം ചർച്ച ചെയ്യുന്നത് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാഗ്യമാകുന്നു. ശ്രീ പൃഥ്വിരാജ് സുകുമാരനും അമ്മയുമായി ബന്ധപ്പെടുന്ന ന്യൂമറോളജിക്കൽ നക്ഷത്രപ്രകാരമുള്ള സാധ്യതകളാകുന്നു. ഇവിടെ ശ്രീ പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/10/1982 അത്തം നക്ഷത്രമാകുന്നു. 16 7 അദ്ദേഹത്തിൻ്റെ ന്യൂമറോളജിക്കൽ നമ്പർ ശ്രീ മമ്മൂക്കയെ പോലെ തന്നെ. മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിന് ഇന്ന് അത്തം നക്ഷത്രം കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണെങ്കിലും ബലവാനായി നിൽക്കുന്നു. ഞാൻ ശ്രീ മമ്മൂട്ടിയെക്കാട്ടും കൂടുതൽ സാധ്യത, ഒരു പിടി സാധ്യത മുൻപിൽ അമ്മയുടെ പ്രസിഡൻ്റാകാൻ, സാരഥിയാകാൻ
പ്രാപ്തി ശ്രീ പൃഥ്വിരാജനാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. ശ്രീ മമ്മൂട്ടിയെക്കാളും ഇന്നത്തെ ആ രാശിയുടെ ബലവും ന്യൂമറോളജിക്കലി ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന 7 എന്ന നമ്പറും ശ്രീ പൃഥ്വിരാജിൻ്റെ അനുകൂലമായ ഘടകങ്ങളാകുന്നു. ആര് ഭരിച്ചാലും നമുക്ക് ഒന്നുമില്ല. സുരക്ഷിതരായ സ്ത്രീകളെയും അല്ലെങ്കിൽ അമ്മയുടെ ഓരോ മെമ്പേഴ്സിനെയും ഒരു സിനിമ സ്റ്റാർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുടെ ധർമ്മം തന്നെ, ഒരു സംവിധായകൻ്റെ അല്ലെങ്കിൽ അഭിനേതാവിൻ്റെ ധർമ്മം തന്നെ ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ്. ആ നന്മയിലേക്കുള്ള പാതയിൽ ജനതയെ മുന്നോട്ട് നയിക്കുവാൻ ആര് പ്രസിഡൻ്റായാലും സെക്രട്ടറി ആയാലും ഒക്കെ തന്നെ നമുക്ക് സമ്മതമാണ്. സുസമ്മതനായ ഒരു വ്യക്തി വന്ന് അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാകണം. മാതൃകാ പുരുഷനായതുകൊണ്ടാണ് ഇതിഹാസ കഥാപാത്രമായ ശ്രീരാമനെ ഇന്നും ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത്. കോയിനോസ്മിൻ സാമ്പദം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ, ഈ ലോകത്തിലെ ഏറ്റവും ഗുണവാനും വീര്യവാനുമായ പുരുഷൻ ആരാണ് എന്ന വാൽമീകിയുടെ ചോദ്യത്തിന് നാരദ മഹർഷിയുടെ ഉപദേശം ഇതായിരുന്നു. ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത, ജനങ്ങളാൽ കീർത്തിക്കപ്പെട്ട സദ്ഗുണസമ്പന്നനായ ധീരനായ സ്ത്രീകളെ ബഹുമാനിക്കുന്ന രാമനാണ് ലോകത്തിലെ ഏറ്റവും സദ്ഗുണസമ്പന്നൻ എന്നാണ് തിരിച്ച് നാരദർ വാൽമീകിയെ ഉപദേശിക്കുന്നത്. അതിനാൽ ഒരു സദ്ഗുണസമ്പന്നനായ പുരുഷോത്തമൻ തന്നെയാകട്ടെ അമ്മയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് ഒരു ആഹ്ലാദ സൂചകമായ കാര്യമാകുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ടൊവിനോ തോമസ് ആകുന്നു. 21 ജനുവരി 1989 പുണർദ നക്ഷത്രം ജാതനായ ടൊവിനോയ്ക്ക് അമ്മയുടെ ന്യൂമറോളജിയുമായി വളരെയധികം അന്തരമുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യൂമറോളജി 3 ആകുന്നു. ഒരിക്കലും 1 എന്ന ന്യൂമറോളജിക്കൽ സംഖ്യ സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ അല്ല 3. 3, 6, 9 ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നു. 1, 2, 4, 7 മറ്റൊരു വിഭാഗത്തിൽ പെടുന്നു. 8 മറ്റൊരു വിഭാഗത്തിൽ പെടുന്നു. ന്യൂട്രലായി 5 എന്ന നമ്പറും പെടുന്നു. അതിനാൽ ടൊവിനോയുടെ സാധ്യത ഒരുപക്ഷെ തലപ്പത്ത് എത്തിയാലും വളരെയധികം ആത്മാർത്ഥത കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്ത് അത് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുവാനുള്ള കഴിവ് അമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് അത്ര ഗുണകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ആസിഫ് അലിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 4/2/1986 ആകുന്നു. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശുക്രൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ന്യൂമറോളജി, അമ്മയുടെ ന്യൂമറോളജി 1 അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അക്കമാകുന്നു. 4 ആകുന്നു ആസിഫ് അലിയുടെ ന്യൂമറോളജിക്കൽ നമ്പർ. അതിനാൽ അദ്ദേഹവും ഒരുപക്ഷെ കീ പൊസിഷനിൽ എത്തുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പേര് ഞാൻ സ്പർശിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. 2/11/1976 ന്യൂമറോളജി 2 ആകുന്നു. നക്ഷത്രം പുരൂരുട്ടാതി. ഇവിടെയും അദ്ദേഹത്തിന് നല്ല സാധ്യതകൾ കാണുന്നു. അമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 1 എന്ന ന്യൂമറോളജിയെ സപ്പോർട്ട് ചെയ്യുന്നു, 2 എന്ന ന്യൂമറോളജി. അതിനാൽ ശ്രീ കുഞ്ചാക്കോ ബോബനും അമ്മയുടെ തന്ത്രപ്രധാനമായ സ്ഥാനത്തിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യുന്നത് ബിജു മേനോൻ്റെ നക്ഷത്രമാകും. 9/9/1970 ഒരിക്കലും 1 എന്ന ന്യൂമറോളജിയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത അക്കമാകുന്നു 9. അദ്ദേഹത്തിന് വലിയൊരു സാധ്യത ഈ സ്ഥിതിയിൽ ഞാൻ കാണുന്നില്ല. അതേ രീതിയിൽ ഇന്ന് വളരെയധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഹരീഷ് പെരടി, അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നത് 9/5/1969 അവിട്ടം നക്ഷത്രമാണ്. അവിടെയും 9 എന്ന അക്കം 1 എന്ന അക്കത്തെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുകയില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ജോയ് മാത്യു ആകുന്നു. 20/9/1961 ജനിച്ച ജോയ് മാത്യുവിൻ്റെ ന്യൂമറോളജി 2 ആകുന്നു. അത് 1 എന്ന ന്യൂമറോളജിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ അമ്മയുടെ നല്ല ഒരു മുഖമാകാൻ ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ കഴിയുമോ എന്നെനിക്കറിയില്ല. നല്ലൊരു മുഖമാകാൻ ശ്രീ ജോയ് മാത്യുവിന് കഴിയും. മറ്റൊരു മുഖം ചർച്ച ചെയ്യുവാനുള്ളത് ശ്രീ രഞ്ജി പണിക്കറാണ്. 23/9/1960 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 5 ആകുന്നു ന്യൂമറോളജി. ചിത്ര നക്ഷത്രം തുലാൻ രാശിയാണ് അദ്ദേഹം. പക്ഷേ 5 എന്ന നമ്പർ ന്യൂട്രലായ നമ്പറാണ്, ആരുമായും ഒത്തുചേരും.
നക്ഷത്രം ചിത്രയാണ്, തുലാം രാശിയാണ്. അതുകൊണ്ട് മമ്മൂട്ടിയെ പോലെ തന്നെ തുലാം രാശിക്കാർക്ക് ഇന്ന് അഷ്ടമ വ്യാഴവും 12-ൽ ശുക്രൻ നിൽക്കുന്നത് സ്വമേധയാ മുന്നോട്ട് വരണമെന്നില്ല. അതേ ഒരവസ്ഥയാണ് മമ്മൂട്ടിയിൽ ഞാൻ കാണുന്നത്. അദ്ദേഹം സ്വമേധയാ മുന്നിൽ വരണമെന്നില്ല. പിന്നീട് ചിന്തിക്കുവാനുള്ള ഒരു മുഖം ജഗദീശാണ്. 12/6/1955 ചതയം നക്ഷത്രം. ശ്രീ ജഗദീശനും അദ്ദേഹത്തിന് ന്യൂമറോളജി 3 അമ്മ എന്ന 1 എന്ന മാന്ത്രിക സംഖ്യയുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ന്യൂമറോളജിക്കൽ നമ്പറാണ്. സാധ്യത അത്ര കാണുന്നില്ല. പിന്നീട് സാരഥ്യത്തിലേക്ക് പ്രധാന കീ പൊസിഷനിൽ കാണുവാൻ ഒരു വ്യക്തിത്വം ഞാൻ കാണുന്നത് മനോജ് കെ ജയനാണ്. 16/3/1966 ഉത്രാടം നക്ഷത്രം. അദ്ദേഹത്തിന് ഈ പൊസിഷനിൽ വന്നാൽ നന്നായി തൻ്റെ ഭാഗം അമ്മയുടെ ഏത് റോളിൽ വേണമെങ്കിലും അത് നന്നായി മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വമാണ്. ഇന്ന് വൈസ് പ്രസിഡൻ്റായി നിൽക്കുന്ന ജയൻ ചേർത്തലക്കും പ്രായേണ പൂരാടം നക്ഷത്രമാണ്. അനുകൂലമാണ് ശുക്രൻ. അദ്ദേഹത്തിന് പ്രത്യേക ഒരു ബലമുണ്ട്. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും കലയുടെ മർമ്മമറിയുന്നവരാണ്. ധാരാളം അഭിനയിക്കണം എന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ന്യൂമറോളജിക്കൽ നമ്പർ അത്ര ശുഭമല്ല അമ്മയുമായി താരതമ്യം ചെയ്യുമ്പോൾ. 21/3/1971 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 3 എത്രത്തോളം ഒന്നുമായി സമരസപ്പെടുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാന പ്രതിഭയായി രമേഷ് പിഷാരടി. 1 ഒക്ടോബർ 1981 അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചോതിയാണ്. സിദ്ദിഖിനെ പോലെ തന്നെ അദ്ദേഹവും ചോതിയാണ്. ഇന്ന് ശുക്രൻ 12-ൽ നിൽക്കുന്നു. പക്ഷേ അമ്മയുടെ തലപ്പത്ത് വരാൻ ആ ന്യൂമറോളജി 1 എന്ന മാന്ത്രിക സംഖ്യ ഇദ്ദേഹത്തിനുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ന്യൂമറോളജി 1 ആകുന്നു. ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ രമേശ് പിഷാരടിക്ക് അനായാസം കയറി ചെല്ലാൻ കഴിയുന്നതാണ്. ഇപ്രകാരം ഒരു സൂക്ഷ്മമായ ജ്യോതിഷ ന്യൂമറോളജി സംഖ്യാശാസ്ത്ര വിലയിരുത്തലിൽ ഞാൻ പ്രധാന സ്ഥാനത്തേക്ക് കാണുന്നത് പൃഥ്വിരാജിനെയാണ്. ഒരു മടിയുമില്ലാതെ മുന്നോട്ട് വരികയാണെങ്കിൽ മമ്മൂട്ടിയും രമേഷ് പിഷാരടിക്കും സാധ്യതകൾ കാണുന്നു. വളരെ വ്യക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുവാൻ ആസിഫ് അലിക്കും കുഞ്ചാക്കോ ബോബനും കഴിയും. അതിശക്തനായ ജോയ് മാത്യുവിനെ അമ്മയുടെ സംഘടന അംഗങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും നല്ലൊരു കീ പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റും. നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് നക്ഷത്രങ്ങളും ന്യൂമറോളജിയും തമ്മിലുള്ള, സംഖ്യാശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അമ്മ എന്ന സംഘടനയുടെ 1 എന്ന മാന്ത്രിക സംഖ്യയുമായി എപ്രകാരം പൊരുത്തപ്പെടുന്നു എന്ന ഒരു ചിന്ത മാത്രമാണ്. നന്ദി, നമസ്കാരം.